ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സിൻസറോൻ്റെ ഇവിടുത്തെ ഷോറൂമിൽ നിൽക്കുകയാണ് കൊച്ചുള്ളൂർ. ഇവിടുന്ന് ചിയർ നമ്മൾ റിസീവ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയായിട്ട് ഒരു ഡീറ്റെയിൽ ടെസ്റ്റ് ഡ്രൈവ് ചിയറിൻ്റെ മാത്രമായിട്ടുള്ളത് ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് പേരുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, പല സിറ്റുവേഷനിൽ കൂടെ ഉള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് അതെല്ലാം കൂടി നിങ്ങളെ മുമ്പ് എത്തിക്കാം. അപ്പോൾ ഇവിടുന്ന് നമ്മളെ ജേണി ആരംഭിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ അവിടെ നമ്മളെ വണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ബാറ്ററിയൊക്കെ കണക്ട് ചെയ്തു, ചാർജിനിട്ടൊക്കെയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ജസ്റ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഒന്ന് അയച്ചു കൊടുത്ത് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടിയിട്ടൊരു വെഹിക്കിൾ എടുക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ചാസി നമ്പറും കാര്യങ്ങളും ഒക്കെ ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യം കഴിഞ്ഞ് ഒരു 10 മിനിറ്റ്സ് ചാർജും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റും. ഈ ഒരു കയറ്റം ആണ് അത്യാവശ്യമായിട്ട് കയറേണ്ടത്. ഇതാണ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലത്തെ ഏരിയയാണ്. ഓക്കേ, ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ ചാർജ് ചെയ്യാൻ വെച്ചൊക്കെയാണ്. വാക്യൂം ക്ലീനർ കണക്ട് ചെയ്യാൻ വേണ്ടി ഭാഗ്യത്തിന് ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ചാർജ് ചെയ്യാൻ എളുപ്പമായി. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ 63 ആയിരുന്നു. 420 ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചത്. ഇപ്പോൾ ഏകദേശം 66 ആണ് ഇതിൽ കാണിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഓഫ് ചെയ്താണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഓഫ് ചെയ്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പീഡിൽ ചാർജ് കയറും. അപ്പം നമ്മൾക്കിത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഓണായി, പവറിൽ വന്നു. ഇനി നമ്മളിത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ 66 ആയി. ഇപ്പോൾ ഏകദേശം എത്രയായി, അരമണിക്കൂറോളം ചാർജ് ആയപ്പോഴത്തേക്കും 63 നിന്ന് 64, 65, 66 വരെ എത്തി. അപ്പോൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 60 to 70 ആണ് നമുക്ക് റേഞ്ചായിട്ട് പറയാനുള്ളത്. 71 വരെയാണ് ഫുൾ ചാർജ് ആകുമ്പോഴത്തേക്കും. ഇത് 66 വോൾട്ട് എന്നുള്ളത് 71 വോൾട്ട് മുതൽ നമുക്ക് 60 വരെ ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ ഏകദേശം 69 എന്തോ ആയപ്പോഴത്തേക്കാണ് ഇവിടെ നിന്ന് എടുത്തിട്ട് വന്നത്. 25 കിലോമീറ്റേഴ്സ് റൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും 63 ആയി. അപ്പോൾ എന്തായാലും 71 വരെ ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ മൈലേജ് ടെസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് നിൽക്കും. ഇപ്പോണ്ടല്ലോ, ഇപ്പോൾ റെഡ് കളറാണ് കാണിക്കുന്നത്, അതിന് ഗ്രീൻ കളറാവും. ഗ്രീൻ കളർ ആകുമ്പോഴത്തേക്കും ഇപ്പോൾ അതിൽ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂളിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയായിട്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇപ്പം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് തന്നെ ബാക്കിയും ചാർജ് ചെയ്യാം. ഒരു ചെറിയ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി പോവുകയാണ്. അപ്പോൾ ഞാൻ ഫുള്ള് 70 വരെ ആക്കുന്നില്ല. 66 വീണ്ടും ഞാൻ അൺപ്ലഗ് ചെയ്യാണ്. സ്റ്റാർട്ടാണ്. നീ കൊടുത്തു കഴിഞ്ഞാൽ ഫ്രണ്ടിലോട്ട് പോയി. 3 തന്നെ മാത്രം ഇട്ടിരുന്നാൽ മതി. കൊടുത്ത ഫ്രണ്ടിലോട്ട് പോകും. സ്റ്റാൻഡ് ഇടാതിരുന്നാൽ മതി. നോ അങ്ങനെ ഉണ്ട്. രണ്ടുപേരും വെച്ച് ഈ കയറ്റം കയറും നോക്കിയിട്ട് വരാം. ഇത് കയറി കഴിഞ്ഞാൽ ടെസ്റ്റ് പാസ്സാണ്. പിന്നെ രണ്ടുപേര് ഒരാൾ വെച്ച് കയറും, രണ്ടുപേരും വെച്ച് കയറും നോക്ക്.
വരണ വഴിക്ക് എന്തോ ആക്സിഡന്റ് വീണ്ടും ഇടിക്കണം ഇങ്ങനെ ഇറക്കത്തിട്ട്. അത് നീ 10 സെക്കൻഡ് കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കും ആ മോഡിൽ ലോക്കാവും. എന്നിട്ട് നീ അടുത്ത് ആക്സിലേറ്റർ അനക്കുമ്പോഴത്തേക്കും ഡീസിലറേറ്റ് ആയിട്ട് പിന്നെ ആക്സിലേറ്റ് ആവണത്. ക്രൂയിസ് കൺട്രോളാണ്. 10 സെക്കൻഡ്സ് നീ ആ സ്പീഡിൽ ഹോൾഡ് ചെയ്യുന്ന കാരണം പിന്നെ കൈയെടുത്താൽ അങ്ങനെ നീ കൈ എടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇവിടെ എൻ്റെ സ്പ്ലെൻഡറിലൊക്കെ ഞാൻ കുറച്ച് പാടുപെട്ട് കയറി പറഞ്ഞാണ്. ഇതിൽ നല്ല സുഖമായിട്ട് ഇലക്ട്രിക് വണ്ടി നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ടെറൈൻ. അതാണ് ഞാൻ എടുത്തിട്ട് ഇവിടെ തന്നെ വന്നത്. എനിക്ക് എൻ്റെ ഇവിടുത്തെ ടെറൈനിൽ ഉള്ള യൂസ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇത് യൂസബിൾ ആണ്. കാരണം എൻ്റെ ഇവിടുത്തെ അത്രയും മാത്രം ഹിൽ ടെറൈനാണ് ഫുൾ ടൈം. അപ്പോൾ ഇതിപ്പം നല്ലൊരു സ്ലോ ആയി പോയതുകൊണ്ടാണ് കയറാനായിട്ടൊരു പാട്. എന്നാലും രണ്ടുപേരും വെച്ച് കയറി വരുന്നുണ്ട്. ഞാൻ കാല് തറയെ ഊന്നുന്നില്ല. എത്രത്തോളം കയറാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ഓക്കെ, സിസ്റ്റം ഇല്ലാണ്ട് കയറി ക്ലൈംബ് ചെയ്ത് ഇങ്ങനെ പോകുന്നു. നമ്മളിതാ ഈ ഏറ്റവും നേരത്തെ കയറിയണമെന്നോ ഇനി കൂടുതലൊന്നും സ്പീഡ് കുറയുന്നുണ്ട്, എന്നാലും മൂവ് ചെയ്യുന്നുണ്ട്. പഴയ മോഡൽ ആണെന്നുണ്ടെങ്കിൽ കയറത്തില്ല. രണ്ടുപേരും വെച്ച് കയറി വരും. അപ്പോൾ ഇത് 71 ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനേക്കാട്ടിലും കുറച്ചുകൂടെ പവറിൽ വർക്ക് ചെയ്യും. ഇപ്പോൾ പവർ കുറഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് പവർ സേവിങ് ആയതുകൊണ്ട് കുറച്ച് പവർ കുറവായി. വീട്ടിലൊക്കെ കാർ സ്ഥിരമായിട്ട് എപ്പോഴും യൂസ് ചെയ്യും. ജസ്റ്റ് ഒരു സ്കൂട്ടർ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണമെന്നുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ബട്ട് വലിയ സ്പീഡും വലിയ ദൂരമൊന്നും കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു പർപ്പസിന് എടുക്കുമ്പോഴത്തേക്കും ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണെന്നാണ് തോന്നുന്നത് ഈ വണ്ടി. കാരണം ബാക്കി നമുക്ക് രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല, ബുക്കും പേപ്പറും ലൈസൻസ് ഹെൽമെറ്റിൻ്റെ കാര്യമൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ പെട്രോൾ പമ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല, സർവീസ് ചെയ്യേണ്ട, ഓയിൽ മാറ്റേണ്ട, ഇങ്ങനെയുള്ള കുറേ ഗുണമുണ്ട്. അപ്പോൾ ഫാമിലി പർപ്പസിന് രണ്ടുപേർക്ക് ജസ്റ്റ് കടയിലൊക്കെ പോയിട്ട് വരാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബാക്കി ടൈമിൽ കാർ മാത്രം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത് പിന്നെ ഒരു ഗാഡ്ജറ്റ് പോലെ എപ്പോഴും ഈസി ആയിട്ട് കയ്യിരുന്നോളും. ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഈ കയറ്റവും ഒക്കെ ഇത് നല്ല രീതിയിൽ കയറി വന്നായിരുന്നു. ഇതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രണ്ടിൽ സ്പേസും കാര്യങ്ങളെല്ലാം ഉള്ള മോഡൽ. ഇനി സ്നോ എന്ന് പറഞ്ഞ മോഡലുണ്ട്. അതിന് ഇതിനേക്കാൾ കുറച്ചും കൂടെ പവർ ഫീൽ ചെയ്യും, കാരണം വെയിറ്റ് കുറവാണ്. ബട്ട് അതിന് ഫ്രണ്ടിലുള്ള ലെഗ് സ്പേസ് ഒക്കെ ഇത്രയും വരത്തില്ല. 99 മോഡൽ സ്പ്ലെൻഡറാണ് അവിടെ ഇരിക്കുന്നത്. റീ രജിസ്ട്രേഷനും കഴിഞ്ഞ് അടുത്ത റീ രജിസ്ട്രേഷനും കഴിഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷേ 2 ലക്ഷം കിലോമീറ്ററായി. ഇതാ അടുത്ത ജനറേഷൻ പെട്രോൾ. ഇത്രയും നാൾ 2 സ്ട്രോക്കിൽ നിന്ന് 4 സ്ട്രോക്കിലോട്ട് മാറി, 4 സ്ട്രോക്കിൽ നിന്നും ഇലക്ട്രിക്കിലോട്ട് ഉള്ള ആ ചേഞ്ച് എൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഈ കാണുന്നത്. ഒരു റെവല്യൂഷനാണ്. അപ്പോൾ ഇനി വരുന്ന ആളുകളിൽ എന്തുമാത്രം ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ അപ്ഡേറ്റുകളായിരിക്കും വരുന്നത്. റൺ ചെയ്യുന്ന കാറും ഇതുപോലെ ഒരു പ്ലഗ് പോയിന്റിൽ ചാർജ് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൗണ്ട് പൊല്യൂഷൻ ഇല്ല. അതാണ് എനിക്ക് ഏറ്റവും ഇല്ല. സൗണ്ട് പൊല്യൂഷൻ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചധികം എല്ലാ വണ്ടികളും അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്തുമാത്രം സൗണ്ട് നമ്മളെ ഈ റോഡുകളിലൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. സ്റ്റാർട്ട് ചെയ്യ്. ഇൻഡിക്കേറ്റർ ആണെങ്കില്ല, ആക്സിലേറ്റർ കൊടുത്താൽ പോവും. സൈഡ് സ്റ്റാൻഡൊക്കെ മാറ്റി കഴിഞ്ഞാൽ തനിയെ പൊയ്ക്കോളാം. കീ അണച്ചാൽ ഓഫായി. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? സൂപ്പർ, അടിപൊളി. വൈബ്രേഷൻ ഒന്നുമില്ല, കാരണം മറ്റേ എഞ്ചിനൊന്നും കുലുങ്ങണ ശബ്ദമൊന്നുമില്ല, മോട്ടർ മാത്രമേ ഉള്ളൂ. നല്ല സ്റ്റൈൽ വണ്ടി, അത് കാണാൻ കുറച്ചധികം നേരമായി ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ട് പോയിട്ട്. ഇപ്പോൾ ഇതാ ഗ്രീൻ കത്തി ഇരിപ്പുണ്ട്. അപ്പോൾ ചാർജിങ് ഫിനിഷായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഈ അഡാപ്റ്ററിലും ചൂടൊന്നുമില്ല, തനിയെ കട്ട് ഓഫായി. അത് നല്ലൊരു ഫീച്ചറാണ്, തനിയെ കട്ട് ഓഫ് ആവുന്നത്. നമുക്കിനി എത്രയുണ്ട് ഇതിൻ്റെ ചാർജ് എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, 71 ആണ് ഇതിൻ്റെ ഫുള്ളായിട്ട് ഉള്ള ചാർജ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡിസ്കണക്ട് ചെയ്യാം. രാവിലെ ഓൺ ചെയ്യുമ്പോഴത്തേക്കും എത്രമാത്രം ഡിസ്ചാർജ് ഉണ്ടെന്നുള്ളത് നോക്കാം. ഹായ് ഗൈസ്, ഇപ്പോൾ മോർണിംഗ് ആയി. ഇന്നലെ നമ്മൾ ഫുൾ ചാർജ് ചെയ്ത് 71 വോൾട്ടിൽ വെച്ചതാണ്. എത്രമാത്രം കണ്ടോ, സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ചവിട്ടിയപ്പോൾ
സെക്യൂരിറ്റി സിസ്റ്റം ഒക്കെ വർക്കാവും, അത് നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് എത്രമാത്രം ഡ്രെയിനേജ് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം. ബാറ്ററി ഇങ്ങനെ ചുമ്മാ വെച്ച് ഡ്രെയിനിങ് ആവുന്ന ഇഷ്യൂ ഒന്നുമില്ല. രാവിലെ ആയപ്പോഴും ഫുൾ ചാർജ് ആയിട്ട് 71 വോൾട്ടിൽ തന്നെ ഇരിക്കുകയാണ്. രാത്രി തന്നെ ഞാൻ ഫുൾ ചാർജ് ആക്കി. 71 വോൾട്ട് വരെയാണ് അത് ചാർജ് ആകുന്നത്. 60 വരെയാണ് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 10 പോയിന്റ്സ് നമ്മളെ മുമ്പേ ഉണ്ട്. ആ 10 പോയിന്റ്സിൽ എനിക്ക് ഇന്നത്തെ ദിവസം ഒരു 40 കിലോമീറ്റർ സഞ്ചരിക്കണം. 20 കിലോമീറ്റേഴ്സ് ഒരു വേ, തിരിച്ചും 20 കിലോമീറ്റേഴ്സ്, അങ്ങനെ ടോട്ടൽ 40 കിലോമീറ്റേഴ്സ് ആണ് ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ എത്രമാത്രം ചാർജ് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, പവർ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഇന്നത്തെ ഒരു ദിവസത്തത് നമുക്ക് കാണാം. ഓക്കെ, റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മൈക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്റ്റെബിലൈസേഷൻ ഓണാണ്. 1080p-യിലാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 65 വോൾട്ടിലോട്ട് മാറി. ഓക്കെ, കാണാം ഏകദേശം 6 വോൾട്ട് ഡ്രെയിനായി. സ്റ്റാൻഡ് മാറ്റിയാലേ വണ്ടി മുമ്പോട്ട് പോകും. അങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഓ, സസ്പെൻഷനും ഫോർക്കൊക്കെ കുറച്ച് സീനാണ്. ആക്സിഡന്റ് കൊടുത്താൽ മുമ്പോട്ട് വയ്ക്കുള്ളൂ. എന്തോന്ന് റിവേഴ്സ്, അത് പവർ മോഡ് 3 ഇട്ട് ഓട്ടിച്ചാൽ മതി. 1 2 ഒക്കെ ഇട്ട് അങ്ങനെ കുറക്കാൻ വരും. ഓ, തൊന്നി അങ്ങ് ഇട്ട് കൊടുത്താൽ അങ്ങ് പൊയ്ക്കോളൂ. പിന്നെ 2 ഹോണ്, അപ്പുറത്തും ഇപ്പുറത്തും ഹോണ്. ഓ, ഇഗ്നീഷ് ഒന്നും വേണ്ട. ഇവിടെ ഓൺ ചെയ്യുമ്പോഴേ വണ്ടി ഓണായി. ഞാൻ ആക്സിലോട്ട് വണ്ടി കൊണ്ടോട്ട് പോകും. എങ്ങനുണ്ട്? ഫുൾ കോമഡിയാണ്. ആൾക്കാരൊക്കെ നോക്കും. 10 പോവാ സിറ്റിക്കകത്ത്. ഞാൻ തുറന്നു എത്ര വണ്ടി ഓവർടേക്ക് തോന്നുന്നു. നീ 10 സെക്കൻഡ് അത് പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ അത് ക്രൂയിസ് കൺട്രോൾ ലോക്ക് ആവും. അപ്പൊ വളവൊക്കെ വരുമ്പോഴത്തേക്കില്ലേ, അതിന് മുമ്പേ നീ ഒന്ന് ആക്സിലേറ്റർ അനക്കിക്കോണം. അല്ലെങ്കിൽ വളവിൽ നീ കുറച്ചാലും പെട്ടെന്ന് കുറയില്ല. അപ്പം അത് 10 സെക്കൻഡ് ഹോൾഡ് ആയിരിക്കുമ്പോൾ ആ സ്പീഡ് പിന്നെ ലോക്കായി അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. സിറ്റിക്കകത്ത് നല്ല സുഖമുണ്ട്. ഞാൻ ഒരു ഇത് പറഞ്ഞില്ല. ആക്സിലേറ്റർ റിവേഴ്സ് ഗിയർ ഒക്കെ ഉണ്ട്. ഓ, ആക്സിലേറ്റർ വണ്ടി തിരിക്കാൻ വേറെ ഒരു സഹായം ആവശ്യമില്ല. അത് പവർ മോഡ് 3 ഇട്ട് ഒട്ടിച്ചാൽ മതി. എങ്ങനെയുണ്ട്? അത് അങ്ങനെ അതൊക്കെ ചുമ്മാ കാണിക്കും. ഇതാണ് നോക്കാനുള്ളത്. 65 നോക്കാനുള്ളത്. അത് 60 വരെ പോകത്തുള്ളൂ. ഇനി 5% കൂടെ നോക്കിയാൽ മതി. ഊബറിനൊക്കെ പറ്റിയ വണ്ടിയല്ലേ? ചെരുപ്പ് ഞാൻ പോട്ട്.
ഓ റിവേഴ്സ് ഇട്ട് ഞാൻ